GCCയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ ടീ ടൈമിന്റെ ബഹ്റൈനിലെ 13ാമത് ശാഖ മൽഖയിൽ പ്രവർത്തനം ആരംഭിച്ച ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. നൂതനമായ രുചിക്കൂട്ടുകളിൽ തയ്യാറാക്കുന്ന വ്യത്യസ്ത വിഭവങ്ങളുമായി മൽക്കിയയിൽ ആരംഭിച്ച ടീ ടൈമിന്റെ ബഹ്റൈനിലെ 13ാമത് ശാഖ ഹാഷിം യാക്കൂബ് അഹമ്മദാണ് ഉദ്ഘാടനം ചെയ്തത്. മാനേജിംഗ് പാർട്ണർമാരായ മുഹമ്മദ് മീത്തര വീട്ടിൽ, മുഹമ്മദ് അഷ്റഫ് വെള്ളുവക്കണ്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ടീ ടൈമിന്റെ ആകർഷകമായ ഔട്ട്ലെറ്റുകൾ രാജ്യത്തെ സ്വദേശികളുടെയും പ്രവാസികളുടെയും ഇഷ്ടകേന്ദ്രങ്ങളായി മാറും വിധമാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നും ഉപഭോക്താക്കളുടെ പൂർണ്ണ സംതൃപ്തി ലക്ഷ്യമിട്ട് ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം നിർമ്മിക്കുന്ന ടീ ടൈം വിഭവങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് അഷ്റഫ് വെള്ളുവക്കണ്ടി, മുഹമ്മദ് മീത്തര വീട്ടിൽ എന്നിവർ പറഞ്ഞു. അപ്പോൾ ഇൻഷാല്ലാ നല്ല മാർക്കറ്റാണ് ഇവിടെ. ടീ ടൈമിന്റെ 13ാമത്തെ ബ്രാഞ്ച് ഓപ്പണായി. ഇനി ഇൻഷാല്ലാ നമ്മൾ 100 ബ്രാഞ്ചിലേക്ക് എത്തും. ചൈനയിൽ നിന്ന് ആരംഭിച്ച ചായ സംസ്കാരം മനുഷ്യ സമൂഹം ലോകത്ത് എവിടെയൊക്കെ ജീവിക്കുന്നോ അവിടെയെല്ലാം എത്തിക്കുന്നതിൽ മലയാളി വഹിക്കുന്ന പങ്കാണ് ടീ ടൈമിലൂടെ പ്രകടമാകുന്നത്. ഖത്തറിൽ നിന്നും ബഹ്റൈനിലെത്തി ബഹ്റൈൻ്റെ 13ാമത്തെ ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് കഴിഞ്ഞ് ഇനി 2 ബ്രാഞ്ച് കൂടി ഇപ്പോൾ അവരുടെ പണിപ്പുരയിലാണ്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമാണ്. 2002 ഒരു ഔട്ട്ലെറ്റുമായി ആരംഭിച്ച ടീ ടൈം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി മികച്ച സ്വീകാര്യതയാണ് നേടിയത്. പുതിയ ശാഖയിൽ ഇന്ത്യൻ, അറബിക്, ഇന്റർനാഷണൽ വിഭവങ്ങൾ രുചിവൈവിധ്യങ്ങളോടെ ഒരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു. സമീപഭാവിയിൽ തന്നെ രാജ്യത്ത് കൂടുതൽ ശാഖകൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. മീഡിയ 1, ബഹ്റൈൻ.